ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്തരയിൽ SI എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത്. സൗത്ത് ഗോ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റിലാണ്. ഇവിടെ ഒരു 9 നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ സോളാർ പാനൽ വെച്ചിരിക്കുന്നതിൻ്റെയാണ് നമ്മളിപ്പോൾ വീഡിയോ കാണുന്നത്. ഇവരിത് വെച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കോമൺ ഏരിയയിൽ അപ്പാർട്ട്മെൻറ്റിൽ ബില്ല് വരുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 15,000-നും 25,000-നും ഇടയ്ക്ക് ബില്ല് ഇവർക്ക് കോമൺ ചാർജസ് വരുന്നുണ്ടായിരുന്നു. അതൊരു സീറോ ബില്ലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു കസ്റ്റമറുടെ ആവശ്യം. അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊന്ന് 2 ചലഞ്ചസ് വന്നിരുന്നത് വളരെ കാറ്റ് കൂടിയൊരു ഏരിയയാണ്. പിന്നെ ഹൈറ്റ് ഏറ്റവും റൂഫ് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ ബിൽഡിംഗ് നോക്കി കാണാൻ ഈ ഭാഗത്തെ ഓൾമോസ്റ്റ് ഒരു വലിയ ബിൽഡിങ്ങാണിത്. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ ബിൽഡിങ് ചെയ്യുമ്പം ഇതെല്ലാം കൺസിഡർ ചെയ്ത് ചെയ്യണം. അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നടന്ന് ക്ലീൻ ചെയ്യാനുള്ള വാക്ക്വേയും എല്ലാം കൊടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ വർക്കാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല ഹെവി ആയിട്ടുള്ള സ്ട്രക്ചർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞത് എത്ര കാറ്റ് വന്നാലും അല്ലെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള റെയിനോ എന്തെങ്കിലും വന്നാൽ പോലും ഒരിക്കലും കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നോർമലി ഒരു 2 നില വീടിലോ 1 നില വീടിലോ ചെയ്യുന്നൊരു സ്ട്രക്ചറിൻ്റെ മെത്തേഡ് ആയിരിക്കില്ല നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇങ്ങനെ വരുന്ന നമ്മൾ ബിൽഡിങ്ങിന് ഹൈറ്റ് കൂടുമ്പം അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ഓരോ പാനലിൻ്റെ ഉള്ളിൽ നമ്മളൊരു 5 mm സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ സ്പേസ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വിൻഡിൻ്റെ ഒരു സക്കിങ് വന്നാൽ പോലും ആ വിൻഡ് കടന്നു പോകാൻ വേണ്ടി, എയർ വളരെ സ്മൂത്തായിട്ട് കടന്നു പോകാനും പാനൽ സേഫായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് തന്നെ വേണം ഇങ്ങനെയുള്ളൊരു ഹൈ റൈസ്, ഒരു 10 നില ബിൽഡിങ്ങോ 20 നില ബിൽഡിങ്ങോ അല്ല അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മളൊരു 10 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. ഇതിന് ACDB ഉണ്ട്, DCDB ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സോളാർ പാനലിൽ നിന്ന് വരുന്ന DC ജനറേറ്റ് ചെയ്യണ കറണ്ട് ഈ DCDBയിൽ കൂടെ നമ്മൾ വന്ന് ഇൻവെർട്ടറിലേക്ക് വരികയും ഈ ഇൻവെർട്ടറിൽ നിന്ന് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ മീറ്ററിലേക്കും നമ്മുടെ ഇവിടുത്തെ കണക്ടർ ലോഡിലേക്കുമാണ് നമ്മൾ പോകുന്നത്. ഇവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 10 കിലോവാട്ട് ആയതുകൊണ്ട് നമ്മൾ 3 ഫേസ് ഇൻവെർട്ടറാണ് വെച്ചിരിക്കുന്നത്. 3 ഫേസ് ഇൻവെർട്ടർ വെക്കുമ്പോൾ നമുക്കവിടെ 3 ഫേസ് ACDBയും 3 ഫേസ് DCDBയും നമ്മളിവിടെ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 10 കിലോവാട്ടിൻ്റെ ലോഡിനെ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വൈഫൈ ഡോങ്കിളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വൈഫൈ ഡോങ്കിൾ വഴി ഈ ഇൻവെർട്ടറിൻ്റെ നടക്കുന്ന ആക്ടിവിറ്റികൾ, ഇൻവെർട്ടറിൽ നിന്ന് പ്രൊഡക്ഷൻസൊക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇത് നമ്മളൊരു 10 കിലോവാട്ട് പ്ലാന്റിൽ ചെയ്തിരിക്കുന്നതിൻ്റെ ഇൻവെർട്ടറാണ്. ഇതിൻ്റെ ഒരു നോർമൽ ഫംഗ്ഷനാണ് ഞാൻ നിങ്ങൾക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്.